ഹലോ ഗൈസ്, ഇവൻ കായംകുളം കൊച്ചുണ്ണീൻ്റെ ഏട്ടനായിട്ട് വരും ഗൈസ്. കാരണം ഒന്നുമല്ല, ഇവനെ പിടിക്കാൻ പെട്ട പാടി എനിക്കേ അറിയുള്ളൂ. അങ്ങനെ അവൻ വണ്ടി എടുത്ത് നമ്മളൊക്കെ വണ്ടി അടിച്ച് പൊട്ടിച്ച്. അങ്ങനെ വണ്ടിയുടെ അടുത്ത് പോയപ്പോൾ അവൻ്റെ പൊടി പോലും കാണാനില്ല. അങ്ങനെ നമ്മൾ നേരെ അടിയിലോട്ട് പോയി, അവിടേക്കെല്ലാം പോകാൻ ചാൻസ് കൊടുത്തില്ല. അപ്പോൾ അവൻ കാർ പോർച്ചിൻ്റെ അവിടെ എത്തി. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയില്ല, നേരെ പടച്ച് കുത്തി നേരെ അവൻ്റെ നേരെ ഓടി വന്നപ്പോൾ കാർ പോർച്ചിലുള്ള വണ്ടി എടുത്ത് അവനങ്ങ് പോയി. നമ്മൾ നേരെ ഒരു വണ്ടി അടിച്ച് പൊട്ടിച്ച് മാക്സിമം ഇവിടെ നോക്കിയപ്പോൾ അവനെ കാണില്ല. അപ്പോൾ അവൻ ഓടി ലോഞ്ച് പാഡിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്ത് അടുത്ത് അടിക്കാൻ നിന്നപ്പോൾ അവൻ ലോഞ്ച് പാഡ് ഉപയോഗിക്കണം കഴിഞ്ഞ് പോലും കഴിഞ്ഞു. അവനാണ് ഗ്രേവി അടിക്കാൻ വന്നത്. ഗ്രേവി അടുത്ത ലോഞ്ച് പാഡ് ഉപയോഗിച്ച് നേരെ അവൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വണ്ടി എടുത്ത് നേരെ ഒബ്സർവേറ്ററി പോയി. എന്താ ഗൈസ് ഇവനൊക്കെ ചെയ്യേണ്ടത്? അങ്ങനെ നേരെ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ ടീമേറ്റ് നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ ഒബ്സർവേറ്ററിക്ക് അവനെ നേരെ വെച്ച് പിടിച്ച് ഗൈസ്. അങ്ങനെ അവൻ്റെ വണ്ടിയും കാര്യങ്ങളും നമ്മൾ സ്പോട്ട് ചെയ്ത്. നമ്മുടെ റിവ്യൂ പോയിന്റ് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ടീമേറ്റ് പറഞ്ഞു, ഇവിടുത്തെ ലോഞ്ച് പാഡ് ഉപയോഗിച്ച് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ടീമേറ്റ് ഡൗൺ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ടീമേറ്റ് നല്ല ഡാമേജും കാര്യങ്ങളും കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു നാരോട്ടൻ്റെ എബിലിറ്റി വെച്ച് അവനങ്ങ് കുത്തി അങ്ങ് നോക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വെറുതെ വിടുമോ? നമ്മൾ ഇത്ര കഷ്ടപ്പെടുത്തിയല്ലേ, കുറച്ച് ഇമോട്ടങ്ങ് കിടക്കട്ടെ പറഞ്ഞ് ഇമോട്ടങ്ങ് ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട് ഗൈസ് അവനെ. പക്ഷേ അതിൻ്റെ ടീമേറ്റ്സിനെ റിവൈവും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ഗൈസ്. കണ്ണിങ് ടീമേറ്റാണ് എന്തായാലും. ഇവനൊക്കെ ഉണ്ടെങ്കിൽ സർവൈവ് കണ്ണിങ്ങിൽ കിട്ടും.